ഡിവൈഎഫ്ഐ പ്രവർത്തകരാരും പി വി അൻവറിൻ്റെ ഇത്തരം പ്രവണതകളെ പിന്തുണയ്ക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന് കാരണം പി വി അൻവറിനെ പിന്തുണയ്ക്കുന്നതിലിപ്പോൾ നിലവിൽ പിന്തുണയ്ക്കുന്നതിലൊരു അസ്വാഭാവികതയല്ല. അദ്ദേഹം വളരെ ശരിയായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്തയാളാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിലപാടുകൾ അത് ആരെയാണ് സഹായിക്കുന്നത്, ആർക്കാണ് എതിര് എന്നറിയാൻ നാസ വരെയൊന്നും പോണ്ട. അതറിയുന്നതിന് വേണ്ടി ദൃശ്യമാധ്യമങ്ങൾ നോക്കിയാൽ മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂസ് വാല്യൂവായി എനിക്ക് മാറാൻ എൻ്റെ ഈ വാർത്താ സമ്മേളനം നിങ്ങൾ പൂർണ്ണ സമയം കൊടുക്കാൻ നിസ്സാരമായൊരു കാര്യം ചെയ്താൽ പോരെ. എന്താ അത്? ഈ ഗവൺമെൻറ്റിനെയോ പാർട്ടിയെയോ ഞാൻ തള്ളിപ്പറഞ്ഞാൽ ഞാൻ ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് വിശുദ്ധനാകും. 140 MLA-മാരിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ടയാളായിരുന്നു, മാധ്യമങ്ങൾ വേട്ടയാടിയ ആളായിരുന്നു ശ്രീ പി വി അൻവർ. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ദിവസം കൊണ്ട് ആ പി വി അൻവർ നിങ്ങൾക്ക് വിശുദ്ധനായി മാറുന്നു. പി വി അൻവർ അന്ന് നിങ്ങൾ വേട്ടയാടിയല്ലോ. ആ പി വി അൻവറിനെ നിങ്ങൾ ഇന്ന് വലിയ മീഡിയ സ്പേസ് കൊടുക്കുന്നു. അപ്പോൾ ഇത് കേരളത്തിന് വളരെ കൃത്യമായ ഒരു ദൃഷ്ടാന്തമാണ്, ഉദാഹരണമാണ്. പി വി അൻവർ പറയുന്നത് പാർട്ടിക്കാണ് കൊള്ളുന്നതെന്നും പി വി അൻവർ പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കല്ലെറിയുന്നതിന് എതിരാളികളുടെ കയ്യിലെ ആയുധമാണ് എന്നതും വ്യക്തമാക്കുന്നതാണ് മാധ്യമങ്ങൾ കൊടുക്കുന്ന കവറേജ്. ഇത് ബഹുമാനപ്പെട്ട പി വി അൻവർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.